ഗൈസ് വെൽക്കം പ്രസാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുറത്താണ്, എന്നാലും അപ്ഡേറ്റ്സുകൾ വരണമല്ലോ. മാർക്കറ്റ് ഇന്നലെ 106Kയിലേക്ക് കൂടിയിട്ടുണ്ട്. അതിനുശേഷം ഈ 104 നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ആൾട്ടാണല്ലോ. എത്ര BTC കയറി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആൾട്ട് കോയിൻ കയറുക എന്നുള്ളതാണ്. ഇപ്പം എങ്ങനെയാണ് അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ഡിസ്കവറി ഒരു ഗ്രോത്തും ഫസ്റ്റ് പ്രൈസ് ഡിസ്കവറി കറക്ഷനും നടന്നു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഗ്രോത്താണ് നടക്കാനുള്ളത്. അതിനെല്ലാ സാധ്യതകളും നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു സൂണ് നമുക്ക് എന്ത് ചെയ്യപ്പെടണം, ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റായി നോക്കേണ്ടത് എന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആഴ്ച കണക്ക് നമ്മൾ സാധാരണ കൂട്ടലുണ്ട്. കാരണം നമ്മൾ 5ാമത്തെ ആഴ്ച, 6ാമത്തെ ആഴ്ച, 7ാമത്തെ ആഴ്ച, 8ാമത്തെ ആഴ്ച എന്നൊക്കെ പറഞ്ഞ റീട്രേസ് ആഴ്ചകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ന് എന്ത് ചെയ്യപ്പെടും? ഇത് ജാനുവരി 31 ജാനുവരി 31 തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഡേറ്റ് 5 മന്ത്ലി ക്ലോസ്. അപ്പോൾ ഇന്നൊരു പോളറ്റ് സാധ്യതയാണ്. അത് കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് ഹിസ്റ്ററി പ്രകാരം എന്ത് ചെയ്യപ്പെടണം, പുതിയ പ്രൈസ് ഡിസ്കവറി മൂവ്മെൻറ്റ് വരേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഫെബ്രുവരി എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന സമയമാണ്. അതായത് 12 ലാസ്റ്റ് 12 ഇയറിൽ 9 പ്രാവശ്യവും ഫെബ്രുവരി നല്ല മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സാധ്യതയിൽ എല്ലാ ബുൾ മാർക്കറ്റ് ഇയറിലും ഫെബ്രുവരിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന എല്ലും, ഞാൻ പറയുന്ന സെക്കൻഡ് ഫേസ് ഓഫ് ഗ്രോത്തും ഈ പറയുന്ന എല്ലും കോറിലേറ്റ് പെടുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പലരുടെയും പല കോയിൻസും ബ്രേക്ക് ചെയ്യണമായിരിക്കും. വാങ്ങിയ റേറ്റിലായിരിക്കും, പ്രത്യേകിച്ച് എത്തീരിയൊക്കെ വാങ്ങിയ റേറ്റിലായിരിക്കും. ചില കോയിൻസൊക്കെ ചെറിയ പ്രോഫിറ്റിലായിരിക്കും, ചില കോയിൻസ് ലോസിലായിരിക്കും, ചില കോയിൻസ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യപ്പെടാൻ പറ്റില്ല, നമ്മൾ ഒഴിവായി പോകരുത്. കാരണം നമ്മളൊരു റാലി കണ്ടു, റീട്രേസ് കണ്ടു, പിന്നെ കുറച്ചായി ഈ 100Kൻ്റെ അവിടെ നിൽക്കുന്നു. അപ്പോൾ സൂൺ എന്ത് ചെയ്യപ്പെടാം, അടുത്തൊരു ലെഗപ്പിന് സാധ്യത ഹിസ്റ്ററി പ്രകാരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കൂടുതൽ ഫോക്കസ്ഡായി കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കണം. കാരണം എന്താ, വരും ആഴ്ചകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഫേസ് ഓഫ് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. അത് ആൾട്ടിലും പ്രതിഫലിക്കും. എന്നിട്ട് പിന്നെ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ഗ്രോത്ത് പീരീഡ് വന്നാൽ വീണ്ടും ഒരു റീട്രേസ് പീരീഡ് വന്ന് വീണ്ടും പിന്നെയുള്ള ഓരോ ആഴ്ച, ഉദാഹരണത്തിന് ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു പീക്ക് വരാൻ പോവുകയാണ്. വിത്തിൻ മന്ത്സ് നമ്മൾ എന്ത് ചെയ്യപ്പെടും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ 2025 ബുൾ മാർക്കറ്റിൻ്റെ പീക്കും ബിയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫോമോ പീക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യപ്പെടണം, ഈ മാർക്കറ്റിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എൻട്രികൾ ലേറ്റായി കൊണ്ടിരിക്കരുത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചില ആളുകൾ എൻട്രി എടുത്ത് ലാസ്റ്റ് പിന്നെ വിൽക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് എൻട്രി എടുക്കുന്നതിൽ നിന്നും ഇനി സെല്ലിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലേറ്റായിട്ടില്ല, ലാസ്റ്റ് ചാൻസ് പോലെ തോന്നുക. കാരണം ബുൾ മാർക്കറ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. ബിയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഈ പറയുന്ന അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്ന പോലെ ഒരു ആളിക്കത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പതിയെ എന്ത് ചെയ്യപ്പെടണം, ഈ ഫീൽഡിൽ നിന്ന് പതിയെ എന്ത് ചെയ്യണം, നൈസായിട്ട് എസ്കേപ്പ്. പല മീം കോയിൻസുകളും ഗ്രോത്ത് ഉണ്ടാവും, പുതിയ പല കോയിൻസുകളും വരും. എന്നാൽ പുതിയ കോയിൻസിൻ്റെ ബാക്ക് പോവാതെ ഫണ്ടമെൻ്റൽ കോയിൻസിലേക്ക് ലക്ഷ്യം വെച്ച് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന സെറ്റപ്പ് ആയിരിക്കണം. അല്ലാണ്ട് പ്രോഫിറ്റ് എടുക്കാതെ വീണ്ടും റീആഡ് ചെയ്ത് ഫോമോ അടിച്ച് ആ കോയിൻ കയറുന്ന കാണുമ്പോൾ ഫോമോ അടിച്ച് റീആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ തുടങ്ങാൻ പാടില്ല. കാരണം ഫസ്റ്റ് റീട്രേസിന് ശേഷം സെക്കൻഡ് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ റിസ്ക് റേഷ്യോ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ബൈ ചെയ്യുന്നോറും എന്ത് ചെയ്യപ്പെടും, നമ്മുടെ റിസ്ക് റേഷ്യോ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബൈയിങ് പോയിന്റ് എന്ന് പറയുന്ന ഏരിയ ഇനി അങ്ങോട്ട് വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ഒരു ബൈയിങ് ഓപ്ഷൻസ് നമുക്കില്ല. ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ബൈ ചെയ്ത പോയിന്റ് എന്നുള്ളൊരു ഘട്ടം മതി. ശരിയാണ്, റീട്രേസ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓരോ റീട്രേസ്, ഇപ്പോൾ ആദ്യത്തെ റീട്രേസിന് ശേഷം
പിന്നെ കിട്ടുന്ന റീട്രേസ്, അതായത് ഇപ്പം ഇനി സെക്കൻഡ് ഫേസ് ഗ്രോത്ത് ഉണ്ടായതിനു ശേഷം കിട്ടുന്ന റീട്രേസിന് ബൈ ചെയ്യൽ പൊതുവെ കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ബുൾ മാർക്കറ്റിൻ്റെ ബൈയിങ് റേഞ്ചിലെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സെല്ലിംഗ് പ്ലാനുകളാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ എത്ര ബൈ ചെയ്തു, എത്ര കോയിൻസ് ബൈ ചെയ്തു, അത് നമ്മൾ എവിടുന്ന് സെല്ല് ചെയ്യണം എന്നുള്ള പ്ലാനുകളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. ശരിയാണ്, പല ആൾട്ട് കോയിനും കഴിഞ്ഞ ഓൾ ടൈം അതിൻ്റെ എത്രയോ കുറവിലാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ബൈയിങ് പോയിന്റിലുള്ള ആ ഒരു ഘട്ടത്തിലുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഫേസ് ഓഫ് ഗ്രോത്തിൽ നമ്മൾ ബൈ ചെയ്യരുത്. നമ്മൾ സെല്ലിങ്ങിലേക്ക് ഓരോ പോർഷനായിട്ട് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒറ്റയടിക്കല്ല, പോർഷൻ ആകണം. നമ്മൾ എന്തായാലും ജൂണിന് മുമ്പ്, ഒക്ടോബർ വരെയെങ്കിലും മിനിമം ഉണ്ടാവേണ്ടതാണ് ഈ ബുൾ മാർക്കറ്റ്. പക്ഷെ ജൂൺ ജൂലൈ സമയത്തെങ്കിലും ഒരു ഘട്ടം ഏപ്രിലും പിന്നെ ഒരു ജൂണിലും നമുക്ക് എന്ത് ചെയ്യണം, ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് സിസ്റ്റമാറ്റിക്കായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പുതിയ മീം കോയിൻസുകളും വരും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യപ്പെടരുത്, അതിൽ വീണ് പോകരുത്. നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസിൽ മാത്രം, സിസ്റ്റമാറ്റിക് കോയിൻസിൽ മാത്രമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ബൈ.